بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു സബ 44 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 433 433. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാരായണപരമായ നിയമങ്ങളും മറ്റ് മര്യാദകളും സൂചിപ്പിക്കുകയാണ്. وَمَا آتَيْنَاهُم مِّن كُتُبٍ وَمَا آتَيْنَاهُم അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആതൈനാഹും മിൻ, അവിടെ സാക്കിനായ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നും പേര് പറയാം. മിൻ കുതുബ്, അവിടെ സാക്കിനായ നൂനിനെ കാഫിന് മുമ്പിൽ വന്നതിനാൽ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം, മറച്ച് മണിച്ചോതുക. മിൻ കുതുബിൻ യദ്റുസൂനഹാ, കുതുബിൻ യദ്റുസൂനഹാ, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശേഷമുള്ള യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കേണ്ടതാണ്. യദ്റുസൂനഹ, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിക്കണം. റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇവയല്ലാത്ത ഈ റാ അല്ലാത്ത മറ്റൊരക്ഷരവും ഇതുവരെയായി നാം തഫ്ഖീം ചെയ്യേണ്ടതായിട്ട് ഓതിയിട്ടില്ല, അതായത് ഈ വചനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാ ഹർഫുകളും തർക്കീഖിൻ്റേതാണെന്നർത്ഥം, റാ ഒഴികെ. വമാ അർസൽനാ ഇലൈഹിം, ഇവിടെ 2 മുൻഫസിലായ ദീർഘങ്ങൾ വന്നിരിക്കുന്നു. വമാ അർസൽനാ, ഇവ രണ്ടും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ്. അർസൽന, റാഇന് തഫ്ഖീം കൊടുക്കാൻ ശ്രദ്ധിക്കുക, മറ്റ് ഹർഫുകൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. വമാ അർ എന്ന് പറയുമ്പോൾ റാഇ തടിപ്പിച്ച് ഉച്ചരിക്കണം. അർസൽന ഇലൈഹിം ഖബ്ലക, ഇലൈഹിം ഇതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖബ്ലക, ഖാഫ് പൂർണ്ണമായ തഫ്ഖീം നൽകി ഉച്ചരിക്കേണ്ട ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. മിൻ നദീർ, സാക്കിന നൂൻ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക, ഷദ്ദുള്ള ഒറ്റ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മിൻ നദീർ, അന്ത്യത്തിലെ റാഇനെ തർഖീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കണം. നദീർ. وكذب الذين من قبلهم, മിൻ എന്നതിലെ സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. മണിക്കലിലും തഫ്ഖീം വേണം, ശേഷം ഖാഫ് വന്നു എന്നതിനാൽ മിൻ ഖബ്ലിഹിം. ഖാബ്, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിലെ ഖബ്ലിഹിം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി, ശേഷം വാവ് എന്നതിനാൽ സൂക്ഷ്മത വേണം. ഖബ്ലിഹിം വമാ ബലഗു, വമാ ബലഗു, ബലഗു ഗൈനിന് മാത്രം തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം പറ്റില്ല.
بلغوا معشار معشار ഐന് വ്യക്തമായി ഉച്ചരിക്കുക. അന്ത്യത്തിലെ റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. മിഅ്ശാറ മാ ആതൈനാഹും ഫകദ്ദബൂ മാ ആതൈനാഹും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഫ വന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. فكذبوا رسلي فكذبوا رسلي فكيف كان نكير فكيف كان نكير فكذبوا رسلي എന്നതിൽ റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. فكيف كان نكير എല്ലാ ഹർഫുകളും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. അന്ത്യത്തിൽ റായിന് തർക്കീഖാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം റായിന് വഖഫിന് വേണ്ടി സുക്കൂനും തൊട്ട് മുമ്പിൽ സാക്കിനായ യാവുമുണ്ട് എന്നതുകൊണ്ട് നകീർ. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ ഖുൽ ഇന്നമാ ഖാഫിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കണം. ഇന്നമ ഷദ്ദുള്ള നൂൻ മുഷദ്ദദ മണിക്കുക. അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇന്നമ അഇദുകും ഐനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. വാ തഫ്ഖീം നിസ്ബി നൽകി തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. അഇദുകും ബിവാഹിദ സാക്കിന മീം ബായിന് മുമ്പിലാണ്. ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് സാക്കിന മീമിനെ ഉച്ചരിക്കണം. അഇദുകും ബിവാഹിദ വാഇന് തഫ്ഖീം നൽകണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഇദു എന്ന് തടിപ്പിച്ച് തഫ്ഖീമോട് കൂടി വാ ഉച്ചരിക്കുക. അൻ തഖൂമൂ ലില്ലാഹ് സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. അൻ തഖൂമൂ ഖാഫിന് തഫ്ഖീമുണ്ട്, തഫ്ഖീം നിസ്ബി അല്പം തടിപ്പിച്ചുകൊണ്ട് ഖാഫിനെ ഉച്ചരിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ലില്ലാഹി മസ്ന വഫുറാദ മസ്ന വഫുറാദ റായിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ചുച്ചരിക്കണം. ഫുറാദ ثم تتفكروا ثم ഷദ്ദുള്ള മീമിനെ മണിക്കണം, മീം മുഷദ്ദദ. തതഫക്കറു റായിന് തഫ്ഖീം കൊടുക്കുക. മാ ബിസാഹിബികും മിൻ ജിന്ന മാ ബിസാഹിബികും സ്വാദിനും അലിഫിനും മാത്രമാണ് തഫ്ഖീം കൊടുക്കേണ്ടത്, തടിപ്പിച്ചുച്ചരിക്കേണ്ടത്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ തർക്കീഖ് നൽകി ശ്രദ്ധിച്ചോതുക. സാഹിബികും മിൻ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ച് ഒറ്റ ഷദ്ദുള്ള മീം ഉച്ചരിക്കണം. മീൻ സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. ജിന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ഇൻ ഹുവ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഇല്ലാ നദീറുൻ ലക്കും നദീറുൻ തൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന ചെയ്ത് ഉച്ചരിക്കണം. നദീറുൻ ലക്കും ബൈന യദൈ സാക്കിന മീം ഇഖ്ഫ ഷഫവി നൽകി
അവ്യക്തമാക്കി മറച്ച് മണിച്ചോതുക. ലകും ബൈന യദൈ അദാബിൻ ഷദീദ്. അദാബിൻ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഷദീദ് അന്ത്യത്തിൽ ദാൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്ത് ശബ്ദം വ്യക്തമായി ചലിപ്പിച്ചുകൊണ്ട് ഹറക്കത്ത് പോലെ ഉച്ചരിച്ച് നിർത്തണം. ഷദീദ്. ഈ ഭാഗത്തിൽ ഇൻ ഹുവ മുതൽ ഷദീദ് വരെ റായിന് മാത്രമാണ് തഫ്ഖീം നൽകേണ്ടതുള്ളത്, തടിപ്പിച്ചോതേണ്ടത്. മറ്റെല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുൽ മാ സഅൽതുകും മിൻ അജ്ർ. ഖുൽ മാ സഅൽതുകും ഖാഫിന് തഫ്ഖീം കൊടുക്കുക. മാ സഅൽതുകും മിൻ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ. മിൻ എന്നതിലെ സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക. അജ്രിൻ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. അജ്രിൻ ഫഹുവ ലകും തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. ഇൻ അജ്രിയ സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. നേരത്തെ വന്ന പദങ്ങൾ തന്നെ. അജ്രിയ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകുക, ശബ്ദം ചലിപ്പിക്കുക. ഇല്ലാ അലല്ലാഹ്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലെ ലാമിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. വഖഫിന് വേണ്ടി ദീർഘം നൽകാവുന്നതാണ്. അലല്ലാഹ് എന്നിങ്ങനെ വേണമെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവ് വരെ നൽകാം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഷൈഇൻ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. ഷഹീദ് അന്ത്യത്തിൽ വന്ന ദാലിൽ ഖൽഖല കുബ്ര നൽകി വ്യക്തമായി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യുക. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റേതാണ് എന്നത് ശ്രദ്ധിക്കുക. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു. ഖുൽ ഖാഫിന് തഫ്ഖീം. ഇന്ന നൂൻ മുഷദ്ദദ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. റബ്ബി റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. യഖ്ദിഫു ഖാഫിന് ഖൽഖല സുഗ്റ അതോടൊപ്പം തഫ്ഖീമും തടിപ്പിച്ചും ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കിയും യഖ്ദിഫു എന്ന് ഓതുക. ബിൽ ഹഖ് ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. അല്ലാമുൽ ഗുയൂബ്. അല്ലാമു അൽ ഗുയൂബ്. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖ് കൊടുക്കണം, ഗൈന് ഒഴികെ. ഗൈനിന് തഫ്ഖീമാണ്, തടിപ്പിച്ചോതേണ്ട അക്ഷരമാണ്. അന്ത്യത്തിൽ വന്ന ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. അല്ലാമുൽ ഗുയൂബ് എന്ന് വ്യക്തമായി ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما آتيناهم من كتب يدرسونها وما أرسلنا إليهم قبلك من نذير وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم فكذبوا رسلي فكيف كان نكير. قل إنما أعظكم بواحدة
أن تقوموا لله مثنى وفرادى ثم تتفكروا ما بصاحبكم من جنة إن هو إلا نذير لكم بين يدي عذاب شديد قل ما سألتكم من أجر فهو لكم إن أجري إلا على الله وهو على كل شيء شهيد قل إن ربي يقذف بالحق علام الغيوب